Hello friends, welcome back to my channel. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ പോർഷനിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 3 ഫേസ് ഡയഗ്രാം എന്താണെന്ന് പറയാം. അതായത് നമ്മൾ കുറച്ച് സോയിൽ പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സോയിൽ പാർട്ടിക്കിൾസിന് ഇടയിൽ എന്ത് കാണും? വോയിഡ്സ് കാണും അല്ലേ? അതിനെയാണ് നമ്മൾ 3 ഫേസ് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് അതിൽ സോളിഡ്സും കാണും വോയിഡ്സും കാണും. ആ വോയിഡ്സിനെ ഫില്ല് ചെയ്യുന്നത് വാട്ടറും എയറും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഫേസ് എന്ന് പറയുന്നത്: സോളിഡ്സ്, വാട്ടർ, എയർ. VS എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ്സ്, VW വോളിയം ഓഫ് വാട്ടർ, VA വോളിയം ഓഫ് എയർ. ഓക്കെ, വോളിയം ഓഫ് വോയിഡ്സ്, അതായത് ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വോളിയം ഓഫ് എയറിൻ്റെയും വോളിയം ഓഫ് വാട്ടറിൻ്റെയും സമ്മാണ്. ടോട്ടൽ വോളിയം V വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ വോളിയം ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടൈംസ് നോക്കാം. ആദ്യത്തേത് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ്. റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. ഈ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വോയിഡ് റേഷ്യോ E ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. രണ്ടാമത്തേത് പോറോസിറ്റി. പോറോസിറ്റി നമ്മൾ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്നും പറയാറുണ്ട്. പോറോസിറ്റിയുടെ ഇക്വേഷൻ വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ഇൻറ്റു 100. പെർസെൻറ്റേജിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇൻറ്റു 100. പോറോസിറ്റി N വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോറോസിറ്റി ഈക്വൽ ടു N ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100. ഇനി വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. വോയിഡ് റേഷ്യോ Eയും പോറോസിറ്റി N ആണ് അല്ലേ? അപ്പോൾ നമുക്ക് പോറോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ എന്ത് വരും? 1/N ഈക്വൽ ടു ടോട്ടൽ വോളിയം ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണല്ലോ. ഈ വോളിയം ഓഫ് വോയിഡ്സിന് നമുക്ക് വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് എഴുതാമല്ലോ. അതല്ലേ ടോട്ടൽ വോളിയം നമ്മുടെ 3 ഫേസ് ഡയഗ്രത്തിൽ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഇതിനെ VS ബൈ VV പ്ലസ് VV ബൈ VV എന്ന് എഴുതാം. അതായത് 1 VS ബൈ VV പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 1/N ഈക്വൽ ടു VS ബൈ VV പ്ലസ് 1. ഇതെന്താണ്? വോളിയം ഓഫ് സോളിഡ്സ് ടു വോളിയം ഓഫ് വോയിഡ്സ് ആണല്ലോ. അതായത് വോയിഡ് റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? അതിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ? വോളിയം ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് വോയിഡ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിന് നമുക്ക് 1/E എന്ന് എഴുതാം. അപ്പോൾ 1/N ഈക്വൽ ടു 1/E പ്ലസ് 1 ആണല്ലോ. ഇതിന് നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ എന്ത് എഴുതാം? 1/N ഈക്വൽ ടു 1/E ബൈ 1 പ്ലസ് E ബൈ E അല്ലേ? അല്ലെങ്കിൽ N ഈക്വൽ ടു E ബൈ 1 പ്ലസ് E എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഡെറിവേഷൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് പഠിക്കേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പോറോസിറ്റി N ഈക്വൽ ടു E ബൈ 1 പ്ലസ് E. പോറോസിറ്റി വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. പോറോസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ റിലേഷൻ കൂടെ ഓർത്തിരിക്കുക. E ഈക്വൽ ടു N ബൈ 1 മൈനസ് N. ഈ 2 ഇക്വേഷനും പഠിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ട് മറ്റേത് ഡിറൈവ് ചെയ്തെടുത്താലും മതി. ഓക്കെ, N ഈക്വൽ ടു E ബൈ 1 പ്ലസ് E അല്ലെങ്കിൽ E ഈക്വൽ ടു N ബൈ 1 മൈനസ് N. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, ഇത് പഠിച്ചിരിക്കണം. ഇനി അടുത്തത് 3ാമത്തെ ടേമാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അതായത് S വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. S ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100. ഇതും പെർസെൻറ്റേജിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡ്രൈ സോയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 3 ഫേസ് ഡയഗ്രാം ഇല്ലേ, അതിലെന്തൊക്കെയാണ് ഉള്ളത്? സോളിഡ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഇപ്പോൾ ഡ്രൈ സോയിലാണെങ്കിൽ അവിടെ വാട്ടർ കണ്ടൻറ്റ് കാണുമോ? ഇല്ല അല്ലേ? അവിടെ വോയിഡ്സ് ഫുൾ എന്തായിരിക്കും? എയർ ആയിരിക്കും. അവിടെ വാട്ടർ കണ്ടൻറ്റേ ഇല്ല, അതുകൊണ്ടാണ് ഡ്രൈ സോയിൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഈക്വൽ ടു എന്താണ്? 0 വരും.
അപ്പോൾ വോളിയം ഓഫ് വാട്ടർ 0 വന്നാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്ര ആയിരിക്കും? 0% ആയിരിക്കും ആണല്ലോ. അതുപോലെ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണെങ്കിൽ, അതായത് എയർ വോയിഡ്സും കൂടെ വാട്ടർ വെച്ച് ഫില്ല് ചെയ്തു, അതായത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് ഫുൾ എന്തായിരിക്കും? വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും. അവിടെ വോളിയം ഓഫ് എയർ കാണില്ല അല്ലേ? വോയിഡ്സ് ഫുള്ള് വാട്ടർ വെച്ചിട്ട് ഫില്ലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് വരും? വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ ഇൻറ്റു 100 എന്ന്, അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്ര വരും? 100% വരും. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ എടുത്ത് പറയത്തില്ല ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണെന്ന്. ഒന്നുകിൽ ഡ്രൈ സോയിലെന്ന് കാണിക്കും, അല്ലെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലെന്ന് കാണും. അപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ എസ് നമ്മൾ എത്ര എടുക്കണം? 100% എടുക്കണം. ഡ്രൈ സോയിലാണെങ്കിൽ എസ് 0% എടുക്കണം. ക്ലിയർ ആയോ? അടുത്തത് എയർ കണ്ടൻ്റ് ആണ്. എയർ കണ്ടൻറ്റ് AC വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. AC ഈക്വൽ ടു വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100. ഇതും പെർസെൻറ്റേജിലായതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുന്നു. ഓക്കെ, അപ്പം എയർ കണ്ടൻറ്റ് എന്താണ്? വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തായിരുന്നു? വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണല്ലേ. അപ്പോൾ എയർ കണ്ടൻറ്റ് വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്, അതാണ് AC എയർ കണ്ടൻറ്റ്. ഇനി ഇതിലും ഡ്രൈ സോയിലാണെങ്കിൽ അവിടെ വാട്ടർ കണ്ടൻറ്റ് കാണില്ല, എന്ത് മാത്രമേ കാണൂ? എയർ കണ്ടൻറ്റ് മാത്രമേ കാണൂ അല്ലേ. അപ്പോൾ വോയിഡ്സ് ഫുള്ള് എയർ ഫില്ലാകും. അപ്പോൾ വോളിയം ഓഫ് എയർ ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ് എന്ന് നമുക്ക് പറയാം. അതായത് ഡ്രൈ സോയിലാണെങ്കിൽ എയർ കണ്ടൻറ്റ് എത്രയാണ്? 100%. അതുപോലെ ഫുള്ളി സാച്ചുറേറ്റഡ് ആകുമ്പോൾ അവിടെ എയർ കണ്ടൻറ്റ് എന്താ? 0 ആയിരിക്കും. എയർ ഫില്ല് ആവത്തില്ല അല്ലേ, അവിടെ ഫുള്ള് വാട്ടർ ആയിരിക്കും. അപ്പോൾ എയർ കണ്ടൻറ്റ് 0 ആയതുകൊണ്ട് അവിടെ എന്താ? വോളിയം ഓഫ് എയർ 0 ആയതുകൊണ്ട് അവിടുത്തെ എയർ കണ്ടൻറ്റ് എത്രയാണ്? 0%. ഓക്കെ, അടുത്ത അഞ്ചാമത്തത് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. NA വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് NA ഈക്വൽ ടു വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100. വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ആണ്. എയർ കണ്ടൻറ്റ് എന്തായിരുന്നു? വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 ആണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ NA ഈക്വൽ ടു VA ബൈ V ഇൻറ്റു 100. അടുത്തതാണ് സ്പെസിഫിക് വോളിയം. V' വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. V' ഈക്വൽ ടു ടോട്ടൽ വോളിയം ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. ടോട്ടൽ വോളിയം ബൈ വോളിയം ഓഫ് സോളിഡ്. നമുക്ക് ഈ ടോട്ടൽ വോളിയത്തിന് വോളിയം ഓഫ് വോയിഡ് പ്ലസ് വോളിയം ഓഫ് സോളിഡ് എന്ന് എഴുതാം. ഓക്കെ, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് വരും? V' ഈക്വൽ ടു VB ബൈ VS പ്ലസ് 1. അതായത് വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് എന്താണ്? വോയിഡ് റേഷ്യോ ആണല്ലേ. അപ്പം സ്പെസിഫിക് വോളിയം V' ഈക്വൽ ടു E+1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ടേമാണ് വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ്. W വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, വാട്ടർ കണ്ടൻറ്റ് ഓർ മോയ്സ്ചർ കണ്ടൻറ്റ് എന്താണ്? വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100 ആണ്. വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100. ഓക്കെ, ഈ വെയ്റ്റ് ഓഫ് വാട്ടർ നമുക്ക് എങ്ങനെ കിട്ടും? സോയിലിൻ്റെ വെറ്റ് വെയ്റ്റും ഡ്രൈ വെയ്റ്റും എടുത്താൽ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വെയ്റ്റ് ഓഫ് വാട്ടർ കിട്ടും അല്ലേ. വെറ്റ് വെയ്റ്റ് മൈനസ് ഡ്രൈ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഡ്രൈ വെയ്റ്റ് ഇൻറ്റു 100. അതാണ് നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ഇക്വേഷൻ. എട്ടാമത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി G. It is the ratio of weight of solids to the weight of an equal amount of water at 4 degrees Celsius. ഈ ടെമ്പറേച്ചർ ഓർത്തിരിക്കണേ, 4 degrees Celsius സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെ 2 ടൈപ്പ് ഉണ്ട്. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിയും ഉണ്ട്, ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡും ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് വെയ്റ്റ് ഓഫ് സോളിഡ് ബൈ വെയ്റ്റ് ഓഫ് വാട്ടർ. ഓക്കെ, ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് ടു വെയ്റ്റ് ഓഫ് അൺഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ. G ഈക്വൽ ടു വെയ്റ്റ് ഓഫ് സോളിഡ് ബൈ വെയ്റ്റ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ഡെൻസിറ്റി. അടുത്തത് യൂണിറ്റ് വെയ്റ്റ്. യൂണിറ്റ് വെയ്റ്റ് ഗാമ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗാമ ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം ആണ്. വെയ്റ്റ് ബൈ വോളിയം. അപ്പോൾ ഡ്രൈ വെയ്റ്റ് യൂണിറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഡ്രൈ വെയ്റ്റ് വേണം എടുക്കാൻ. ഓക്കെ, വെയ്റ്റ് എന്തായിരിക്കും? ഡ്രൈ വെയ്റ്റ് ആയിരിക്കും. ഗാമ ഡ്രൈ ഈക്വൽ ടു ഡ്രൈ വെയ്റ്റ് ബൈ വോളിയം.
സാച്ചുറേറ്റഡ് ആണെങ്കിൽ വെയിറ്റ് എങ്ങനെയാണ് സാച്ചുറേറ്റഡ് വെയിറ്റ് വേണം എടുക്കാൻ. ഓക്കെ, അങ്ങനെയാണ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി സബ്മേർജ്ഡ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാച്ചുറേറ്റഡ് അറിയാമെങ്കിൽ സബ്മേർജ്ഡ് കണ്ടുപിടിക്കാനായിട്ട് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ചെയ്താൽ മതി. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് കിട്ടും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് ഇതിൻ്റെ റിലേഷനാണ് വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, മോയ്സ്ചർ കണ്ടൻറ്റ്, അതുപോലെ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി. തമ്മിലുള്ള ഒരു റിലേഷനാണ്. അത് വളരെ ഇത് വെച്ച് എപ്പോഴും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷനാണ് ES = W × G. E എന്താണ്? വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, W മോയ്സ്ചർ കണ്ടൻറ്റ്, G സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത് ഓർത്തിരിക്കണം, ES = WG. അടുത്ത പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആവശ്യം വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പാണ്, യൂണിറ്റ് വെയ്റ്റിൻ്റെ റിലേഷൻഷിപ്പാണ്. ആദ്യത്തെ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിൽ ഗാമ ബൈ 1+W, ബൾക്ക് ഡെൻസിറ്റിയാണ് ഗാമ, 1+W വാട്ടർ കണ്ടൻറ്റ്, ഗാമ D = ഗാമ ബൈ 1+W. അതുപോലെ ഗാമയുടെ ജനറൽ ഇക്വേഷൻ G+ES/1+E × ഗാമ W. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, ഇക്വേഷൻസ് മാത്രം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, ഗാമ = G+ES/1+E × ഗാമ W. ഇനി ഇത് ഡ്രൈ സോയിലാണെങ്കിൽ ഇവിടെ എന്താ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ടൈം അങ്ങ് പോകും. അപ്പോൾ ഗാമ D എന്ത് വരും? G⁻W/1+E എന്ന് വരും. ഓക്കെ, അതുപോലെ സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഈ എന്താ വരുന്നത്? 100% വരും, അതായത് 1 വരും അല്ലേ. അപ്പോൾ ഈ ഗാമ സാച്ചുറേറ്റഡ് എങ്ങനെ വരും? G+E/1+E × ഗാമ W ആണല്ലോ. അതുപോലെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗാമ സാറ്റ് മൈനസ് ഗാമ W ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? G-1/1+E × ഗാമ W. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആവശ്യം വരും. ഒന്നുകൂടെ പറയാം, ഗാമ D = ഗാമ ബൈ 1+W. ഇനി ഗാമയുടെ ഇക്വേഷൻ G+ES/1+E × ഗാമ W. ഡ്രൈ ആകുമ്പോൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാലും മതി. അപ്പോൾ ഡ്രൈ ആണെങ്കിൽ നമുക്ക് എന്താണ്? S0 എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ അതിൽ നിന്ന് അത് ചെയ്ത് വന്നാൽ മതി, ഈ ടൈം അങ്ങ് പോകും. G⁻W/1+E വരും ഡ്രൈ ഡെൻസിറ്റി അല്ലേ, ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. സാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്ക് എസ്സിന് 100%, അതായത് 1 കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ G+E/1+E × ഗാമ W. സബ്മേർജ്ഡ് ഇതൊന്ന് ഗാമ W മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ഗാമ സബ്മേർജ്ഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.